ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ബോൾ എറിയുന്ന ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുൺ ക്രിസ്റ്റഫർ ആറോൺ എന്ന ആ പഴയ വരുൺ ആറോണിന്റെ പേര് തന്നെയാണ് എല്ലാവരും ഓർത്ത് പറയുക. നിലവിൽ ഏറ്റവും വേഗത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പന്തെറിയുന്ന താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മായങ്കിന്റെ പേര് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും സ്ഥിരതയോടുകൂടി പന്തെറിയുന്ന താരത്തിന്റെ പേര് നമ്മൾ വിസ്മൃതിയിലേക്ക് തള്ളിക്കളഞ്ഞോ എന്ന് ചോദിക്കേണ്ടി വരും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടൊപ്പം ബെഞ്ചിലിരിക്കുന്ന ഉമ്രാൻ മാലിക് എന്ന കാശ്മീരി സ്വദേശിയുടെ പേരാണ് ആ ഉയർത്തി കാണിക്കേണ്ടത്. ഉമ്രാൻ മാലിക് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന സമയത്ത് എല്ലാ മത്സരങ്ങളിലെയും ഫാസ്റ്റസ്റ്റ് ഡെലിവറി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പറന്നു പോകുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ഒരാളായിട്ടുള്ള സ്റ്റെയിൻ പരിശീലിപ്പിച്ചിട്ട് പോലും സ്റ്റെയിൻ ഗണ്ണിന്റെ കൈ കിട്ടിയിട്ട് പോലും നന്നാവാതെ അടികൊള്ളുന്ന പെരുമ്പാഴെന്നാണ് എല്ലാവരും ഉമ്രാൻ മാലിക്കിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം പരിക്കു മൂലം 7 മാസത്തോളം പുറത്തിരുന്ന ശേഷം എങ്ങനെ തിരിച്ചു വന്നു എന്നതിനെ കുറിച്ചൊന്നും ആരും ചോദിക്കുന്നതേ ഇല്ല. ഏതായാലും നിലവിൽ KKRന്റെ താരമായിട്ടുള്ള ഉമ്രാൻ മാലിക്കിന്റെ കാര്യത്തിൽ ആർക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും ഇപ്പം ഉമ്രാൻ മാലിക് തിരിച്ചുവരവിന്റെ പാതയിൽ തന്നെയാണ്. വരാൻ പോകുന്ന ബുച്ചി ബാബു ടൂർണമെന്റിലുള്ള ടീമിൽ അദ്ദേഹം കളിക്കും. അതുകൂടാതെ അഭിഷേക് നായർക്കൊപ്പം തന്റെ പരിശീലന കാലാവധി ചിലവഴിക്കുന്ന ഉമ്രാൻ മാലിക്കിന്റെ പന്തുകളിൽ വളരെ മികച്ച വേരിയേഷൻസ് കാണുന്നുണ്ട് എന്ന് നയ്യരും പിന്നെ നമ്മളുടെ ഉമ്രാൻ മാലിക്കും പറയുമ്പം പേസിനപ്പുറം വേരിയേഷൻസ് ഇല്ല എന്നുള്ളതായിരുന്നു ഉമ്രാൻ മാലിക്കിന് എതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന്. അസാമാന്യമായിട്ടുള്ള വേഗത ഉമ്രാൻ മാലിക്കിന്റെ ചുമലുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വേഗതയ്ക്ക് കൃത്യമായിട്ടുള്ള വേരിയേഷൻസ് ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏതായാലും KKR സ്റ്റെയിനെ തങ്ങളുടെ ബോളിംഗ് കോച്ചായിട്ട് നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അഭിഷേക് നയ്യരുടെ കീഴിൽ തന്നെ ഇപ്പം അഭിഷേക് നയ്യർ ഒരു ബോളിംഗ് കോച്ചായിട്ടേ അല്ല, പുള്ളിയുടെ കീഴിൽ തന്നെ ഇപ്പം ഉമ്രാൻ മാലിക്കിന് വേരിയേഷൻസ് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇത് വരാൻ പോകുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉമർ മാലിക്കിന്റെ റിഡംഷന്റെ വീരഗാഥ രചിക്കും എന്ന് കരുതാം.